എഴുതി വെച്ചോളൂ, നിങ്ങൾ എഴുതി വെച്ചോളൂ. അടുത്ത തവണയും പാലക്കാട് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കും. കൈപ്പത്തി ചിഹ്നത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മത്സരിക്കും. ഇത് തട്ടിപ്പാണ്. ഈ തട്ടിപ്പ് പുറത്തു കൊണ്ടുവരാൻ ഞങ്ങൾ എടുത്ത രാഷ്ട്രീയ നിലപാട് ഇപ്പോൾ സഹായകരമായി. ഈ തരത്തിലുള്ള പ്രതിഷേധ സ്ട്രാറ്റജി രണ്ടു കൂട്ടരും LDF-കാരും BJP-കാരും കൈക്കൊള്ളുന്നതാണല്ലോ. ആ സ്ട്രാറ്റജി കൗണ്ടർ പ്രൊഡക്റ്റീവ് ആവുന്നുണ്ടോ? അല്ല, ഞങ്ങൾ എന്താണോ ഉദ്ദേശിച്ചത് അത് നടന്നിരിക്കുകയാണ്. അതായത് ഇവിടെ കോൺഗ്രസ് വലിയ തെളിഞ്ഞ വെള്ളത്തിൽ നിൽക്കുക. ഞങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി, ഞങ്ങൾ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. VD സതീശൻ പറഞ്ഞെന്താ, എല്ലാവരും കൂടി ആലോചിച്ച് ഗുരുതരമായ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ കൂടിയാലോചന നടത്തിയെടുത്ത തീരുമാനമാണ്. ഇതൊക്കെ ഹമ്പക്കാണ് അഭിലാഷേ, ഹമ്പക്കാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ അടുത്ത തവണയും എഴുതി വെച്ചോളൂ, നിങ്ങൾ എഴുതി വെച്ചോളൂ. അടുത്ത തവണയും പാലക്കാട് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കും. കൈപ്പത്തി ചിഹ്നത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മത്സരിക്കും. ഇത് തട്ടിപ്പാണ്. ഈ തട്ടിപ്പ് പുറത്തു കൊണ്ടുവരാൻ ഞങ്ങൾ എടുത്ത രാഷ്ട്രീയ നിലപാട് ഇപ്പോൾ സഹായകരമായി. ഞങ്ങളുടെ നിലപാട് എന്താ അറിയോ? ഇയാളെ കോൺഗ്രസ് പുറത്താക്കുകയോ പുറത്താക്കാതിരിക്കുകയോ ചെയ്യട്ടെ, അത് നമ്മുടെ വിഷയമല്ല, ജനങ്ങളെ വിഷയമല്ല. ഇദ്ദേഹത്തെ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയോ പുറത്താക്കാതിരിക്കുകയോ ചെയ്യട്ടെ, അതും ഞങ്ങളുടെ വിഷയമല്ല. ഇദ്ദേഹത്തെ പോലത്തെ ഒരാൾ കേരള നിയമസഭയിൽ പാലക്കാട് അസംബ്ലി മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് തുടരാൻ പാടില്ല. ഇദ്ദേഹം MLA സ്ഥാനം രാജിവെക്കണം. ഇവിടെ ഈ ഇത്തരത്തിലുള്ള ലൈംഗികാരോപണങ്ങളൊന്നും അല്ല. സാമ്പത്തികമായി ചില കുംഭകോണങ്ങളിൽ, ചില സ്കാമുകളിൽ ഉൾപ്പെട്ടു എന്ന് പ്രത്യേകിച്ച് തെളിവൊന്നുമില്ല എന്ന രീതിയിലുള്ള ആരോപണം വന്ന് കോടതിയിൽ കേസ് വന്നപ്പോൾ ഇവിടെ എത്ര വലിയ വലിയ ആൾക്കാർ രാജിവെച്ചിട്ടുണ്ട്. വലിയ എല്ലാവരും പറയുന്നൊരു ഉദാഹരണമുണ്ട്. അതൊന്നും ഇപ്പോൾ ഇവിടെ പറയാൻ പാടില്ല. റെയിൽവേ അപകടമുണ്ടായി എന്നറിഞ്ഞപ്പോൾ മന്ത്രിസ്ഥാനം രാജിവെച്ച ആളുകളെ പറ്റി. അപ്പോൾ ഇവിടെ ഇവിടെ ഒരു വ്യക്തിക്കെതിരെ ഗുരുതരമായ ആരോപണം വരുന്നു. ആ ആരോപണം ആ വ്യക്തി നിഷേധിക്കുന്നില്ല. ഏറ്റവും വലിയ രസം എന്താ അറിയോ? വന്ന 3 ആരോപണങ്ങൾ, 2 സ്ത്രീകൾ അവർക്ക് ലൈംഗികമായ ചോയുള്ള മെസ്സേജുകൾ അയച്ചു എന്ന ആരോപണം ഈ വ്യക്തി നിഷേധിച്ചിട്ടില്ല. 3-മത് അറിയാലോ, ഒരു ടെലിഫോൺ സംഭാഷണം, അതും ഈ വ്യക്തി നിഷേധിച്ചിട്ടില്ല. അവർ കേസിനും കോടതിക്കൊന്നും പോയിട്ടില്ല. കാരണം കേസിനും കോടതിക്ക് പോകണമെന്ന് നിയമമൊന്നുമില്ലല്ലോ, അങ്ങനെ നിർബന്ധമില്ലല്ലോ. എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് നിർബന്ധമായിട്ട് കേസ് കൊടുക്കണമെന്ന്? അവരത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ, മാധ്യമങ്ങളിലൂടെ പരസ്യമായി പറഞ്ഞു അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ വ്യക്തി അത് നിഷേധിക്കാത്ത ഒരു സാഹചര്യത്തിൽ ആ വ്യക്തി ഞങ്ങൾ പറയുന്നു കുറ്റമേറ്റിരിക്കുകയാണ്. അങ്ങനെ സ്വയം ഏറ്റ ഒരു വ്യക്തി ഈ സ്ഥാനത്ത് തുടരാൻ അർഹതയില്ല എന്നാണ് ഞങ്ങളുടെ വാദം. പക്ഷേ കോൺഗ്രസ്സുകാരെന്താ പറഞ്ഞത്? ഞങ്ങൾക്കൊന്നും അറിയില്ല, ഞങ്ങൾ പുറത്താക്കി. എന്ത് പുറത്താക്കി? ആരെ പുറത്താക്കി? ആരെ പുറത്താക്കിയിട്ടില്ല. അതൊക്കെ തട്ടിപ്പാണ്. ഇന്ന് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൻ്റെ അറിവോട് കൂടിയാണ് കോൺഗ്രസ് പ്രവർത്തകർ അവിടെ സംഘടിച്ച് വന്ന് രാഹുൽ മാങ്കൂട്ടത്തെ തോളിലേറ്റി നടന്നത്, സിന്ദാബാദ് വിളിച്ചത്. ആ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ അറിവോട് കൂടി ചെയ്തതാണ്. മാത്രവുമല്ല, വേറെ ഏതെങ്കിലും ഒരു പാർട്ടി ആയിരുന്നെങ്കിൽ ആ പാർട്ടിയിൽ നിന്ന് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട വ്യക്തിയെ ആ പാർട്ടിയുടെ ഉത്തരവാദിത്തമുള്ള ബൂത്ത് തലത്തിലോ മണ്ഡലം തലത്തിലോ ബ്ലോക്ക് തലത്തിലോ അല്ലെങ്കിൽ ജില്ലാതല ഉത്തരവാദിത്തമുള്ള ഏതെങ്കിലും ഒരു പ്രവർത്തകൻ തോളിലേറ്റിയാൽ, പരസ്യമായി സ്വീകരിച്ചാൽ അച്ചടക്ക നടപടി ഉണ്ടാവും. പുറത്താക്കിയവനെ കൂടെ നടക്കുന്നവനെയും പുറത്താക്കണം, അല്ലെങ്കിൽ അച്ചടക്ക നടപടി സസ്പെൻഡ് ചെയ്യണം. ഇതൊന്നും സംഭവിക്കില്ല. അതാ ഞാൻ പറഞ്ഞത്, ഇത് കോൺഗ്രസിന്റെ തട്ടിപ്പ് പുറത്തു വന്നില്ലേ? ഞാനതാ പറയുന്നത്, എഴുതി വെച്ചോ. രാഹുൽ മാങ്കൂട്ടത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടുണ്ടാവും. കോൺഗ്രസിന്റെ തട്ടിപ്പ് പുറത്തു വന്നിരിക്കുന്നു.